മലയാളത്തിൽ അന്യം നിന്ന് പോയ ഒരു ജോൺറയാണ് ഹൊറർ കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരുന്ന അതൊരു ശ്രമകരമായിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല ഹൊറർ കോമഡി എന്ന് പറഞ്ഞാൽ. അത് വർക്കൗട്ടാക്കാനൊരു അത് പലയിടത്തും ആവർത്തന വിരസത വരാൻ സാധ്യതയുള്ള ടെക്നിക്കലി നന്നായിട്ട് വരേണ്ട ഒരു സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു തീം എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വൈശാഖ് ഏലൻസ്, അദ്ദേഹം ആദ്യത്തെ സിനിമ തന്നെ അങ്ങനെ ഒരു പരീക്ഷണം, ഒരു റിസ്ക് എടുത്തതിന് ഈ എൻ്റെ ടീമും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയത്, സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഗംഭീരമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ CGI മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു CGI വർക്ക് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. അതാണ് ഈ ചിലയിടത്തൊക്കെ നമുക്ക് CGI എങ്ങനെ ചെയ്താലും CGI ആണെന്ന് നമുക്ക് മനസ്സിലുള്ളൂ. പക്ഷേ ഇതിൽ യവന്മാർ എങ്ങനെ ചെയ്തു വെച്ചത് ഒരു തരത്തിലും അതിപ്പോൾ അല്ലാതെ ഇപ്പം ഈ ഫ്ലെയിംസ് ഒക്കെ വരുന്ന സമയത്ത്, ഫയറൊക്കെ വരുന്ന സമയത്തൊക്കെ CGI ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം തോന്നില്ല. ടെക്നിക്കലി ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ജേക്സ് വിജയുടെ സ്കോറുകളും പാട്ടുകളും. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് പ്രവീൺ കുമാർ, പുതിയ ആളാണെന്ന് തോന്നുന്നത്. ഞാൻ ഈ പേരങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വില്ലൻ ക്യാരക്ടേഴ്സ്. അതുപോലെ നമ്മുടെ ബിന്ദു പണിക്കർ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. പിക്ചോറിയൽ എഫക്ട്സ് എന്നുള്ള കമ്പനിയാണ് VFX ചെയ്തിരിക്കുന്നത്, മുമ്പ് കേട്ടിട്ടില്ല, നന്നായിട്ടുണ്ടായിരുന്നു. സിംഗ് സിനിമ സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സ് അരവിന്ദ് മേനോൻ. അതുപോലെ കളറിസ്റ്റ് സൂപ്പറാണ്. ഷൺമുഖ പാണ്ഡ്യൻ M കളറിസ്റ്റ് സെറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ക്രൂ മെമ്പേഴ്സൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാവണ സാധനം തന്നെ. ഇത് തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് ഷറഫുദ്ദീൻ പോകുന്നു. ഇതിൽ വ്യത്യസ്തമായിട്ട് ഭാര്യ വീട്ടിലോട്ടാണ് പോണത്. പോകുമ്പം അവിടെ ഒരു അമ്മായിയമ്മേരെ പ്രേതമുണ്ട്. പ്രേതം ഇട്ട് വട്ടം കറക്കുന്ന അതിലുണ്ടാകുന്ന കോമഡികൾ, ഇതൊക്കെ തന്നെയാണ് സംഭവം കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കഥാപാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, തുടക്കത്തിൽ ഷറഫുദ്ദീനെ കാണിച്ച കഥാപാത്രത്തിൻ്റെ ഒരു ഇതും പിന്നീടായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ഭാഗം അത് എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഡയറക്റ്റായിട്ട് വിഷയത്തിലേക്ക് കടന്നാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ വിവാഹം നടക്കുന്നു, ഷറഫുദ്ദീൻ്റെ കഷ്ടപ്പാടുകൾ, ഇതൊക്കെ തന്നെ. ഇതൊന്നും സ്പോയിലർ അല്ലേ, ഇതൊക്കെ ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വീണ്ടും പറയണത്. അവിടെ ഫസ്റ്റ് ഏരിയ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ആ ഒരു സംഭവം ഒരു രസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്തും ആ ഒരു കെട്ടുവിടാതെ തുടക്കത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജോണി ആൻ്റണി ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന കുറച്ച് മൂമെൻറ്റ്സ് ഉണ്ട്. അവിടെ ഭയങ്കര വെറുപ്പിക്കലായിപ്പോയി. അതായത് എന്തുവാ ഇത്, അത് കോമഡി ആണെങ്കിൽ കോമഡി തീരെ ഈ പടത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല. ഒന്ന് രണ്ടിടത്ത് ചിരിപ്പിച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ കോമഡി എന്നൊരു സാധനം, ഹൊറർ കോമഡി നമ്മൾ മുമ്പൊക്കെ പല സിനിമകളും കണ്ടിട്ടുള്ളത്. തമിഴിലൊക്കെ കുറേ സന്താനത്തിൻ്റെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ 7 അയലത്ത് ഇതിൽ കോമഡി വന്നിട്ടില്ല. ഹൊറർ പാർട്ടും അത്രയ്ക്ക് അങ്ങോട്ടില്ല. പക്ഷേ ഇതിൽ വർക്കൗട്ടായത് ഇതിൻ്റെ ഇമോഷണൽ സൈഡുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ജോണി ആൻ്റണി വരുന്ന സമയത്ത് അത് ഈ അഭിനേതാക്കളുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സിറ്റുവേഷൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ഇവർ സിനിമയ്ക്കകത്ത് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലിയുള്ള ലോജിക്ക് ഹൊറർ കോമഡി സിനിമയ്ക്ക് നോക്കേണ്ടത്. പക്ഷേ ഇവരുണ്ടാക്കുന്ന ലോജിക്കിനെ പലയിടത്തും ചാടി പോകുന്നതായിട്ട് ഒരു അന്തോ കുന്തോ ഇല്ലാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഭയങ്കര കെട്ടൽ സീനുകളൊക്കെ അവിടെയൊക്കെ മുഴിച്ചിരുന്നു. അവിടെ അങ്ങോട്ട് കുറേ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെയാണ് ഈ ഇമോഷണൽ സൈഡ് വരുന്ന സമയത്ത് അവിടെ അത് നന്നായിട്ടുണ്ട്, ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് പ്രേതത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ സിനിമ കാണുമ്പോഴേക്കും അത് നമുക്ക് ഫീൽ ചെയ്യും. അത് നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ. അത് മാത്രമല്ല, അല്ലാതെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം അമ്മായിയമ്മമാർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ വിവാഹ ദാമ്പത്യത്തിൽ ഓവറായിട്ട് കെയറിങ് കൊടുക്കുക, ഓവറായിട്ട് ഇടപെടുക, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു കുഞ്ഞ് ലെയറിൻ്റെ വേറൊരു സൈഡ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ഇമോഷണൽ സൈഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മരിച്ചു പോയവർ എന്നേക്കുമായിട്ട് നമുക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അവർ വീണ്ടും കുറച്ചുകൂടി കാലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കാണുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കും. നമ്മളെ കാണുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കുറേ പേരൊക്കെ വെറുതെ വിശ്വസിക്കും. പക്ഷെ അതങ്ങനെ യഥാർത്ഥത്തിൽ അവർ കാണുന്നുണ്ട്, അവർ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഫീൽ ഒരു ഭയങ്കരമാണല്ലേ. ആ ഒരു ഫീല് പലയിടത്തും ഈ സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വില്ലൻ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ആർക്ക്, അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി അത് നന്നായിട്ടുണ്ടായിരുന്നു. ആ തോട്ട് ഗംഭീരമായിരുന്നു. അവിടെയൊക്കെ അവരുടെ കോസ്റ്റ്യൂം ആ ഏരിയയും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് പ്രഡിക്റ്റബിൾ ആണ്, ഇതാണ് നടക്കാൻ പോണത്, ഇതിൻ്റെ അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ അവസാനം ടൈലൻഡിൽ ഒരു സംഭവം ഒരു ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്ക സിനിമകൾക്കും ഈ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അവസാനം എത്തുമ്പോൾ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത്. ഇതും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്കൊരു അരമണിക്കൂർ മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അവസാനം ഈ പടത്തിൽ ലാസ്റ്റ് ഇങ്ങനെ സാധനം കാണിക്കും. ഇത് എങ്ങനെയാണ് ഓവറാൾ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു ഇതിൽ ഒരു നമുക്ക് ഗംഭീര സാധനം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പലയിടത്തും ഈ പടം വലിഞ്ഞു പോയതായിട്ടും ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ഈ ഒരു കെട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേ സീനുകൾ നന്നായിട്ടുണ്ടായിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി നന്നായിട്ട്, പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു ഷറഫുദ്ദീനെ കാണാൻ. അതുപോലെ ഐശ്വര്യ ലക്ഷ്മിയും
നന്നായിട്ട് ആ ക്യാരക്ടറിനെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ജഗദീഷ് ഓരോ സിനിമയും കഴിയുന്നവരിപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, പക്ഷേ പുള്ളിയുടെ ഒരു ഇമോഷണൽ ഭയങ്കര സംഭവങ്ങളൊന്നും ഒരിടത്തും അങ്ങനെ വന്നിട്ടില്ല. ഇതിൽ ഒരു 2 സീനുണ്ട്, അത് കിടിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ സംഭവം അത്രയേറെ വർക്കൗട്ട് ആവാൻ പുള്ളിക്കാരൊരു കാരണമായിട്ടുണ്ട്. ഗംഭീര പ്രകടനമായിരുന്നു ജഗദീഷ്. അതുപോലെ സണ്ണി ഹിന്ദുജ, അങ്ങനെ ഒരാളാണ് വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു തന്നെ കാണാനായിട്ട്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ജോമോൻ ജോദർ കുറച്ചേ ഉള്ളൂ. എഴുതി കൊടുത്തിൻ്റെ കോമഡി ഒന്നും പുള്ളിയുടേതായിട്ടില്ല. പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് കുറച്ച് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിരി വരുന്നുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി, ശ്രുതി സുരേഷ്, വേറെ റോളുകൾ. ബിന്ദു പണിക്കർ നൈസായിരുന്നു. കുളപ്പുള്ളി ലീല ഇടയ്ക്കൊന്ന് വന്നു പോയതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ അദ്രി ജോയ് ഉണ്ട്, പുള്ളിക്കാരൻ ത്രൂ ഔട്ടുണ്ട് അളിയനായിട്ട്, ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. സാബു മോഹനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് സാൻജോ ജോസഫ്, പുള്ളിക്കാരൻ ഫാലിമിയുടെ എഴുത്ത് പുള്ളിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പുള്ളിയും കൂടി ചേർന്നാണ് എഴുതിക്കുന്നത് തോന്നുന്നു, ഉറപ്പില്ല. എഴുത്തിൽ കുറേ കോമഡി വന്നിട്ടുണ്ട്, പക്ഷേ അത് സംഭവം പലയിടത്തും അത് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് എടുക്കായിരുന്നു. അത് പലയിടത്തും ഓവർ ആക്ടിങ് പോലെ ഫീൽ ചെയ്ത്, അത് സംവിധാനത്തിൽ കുറച്ചുകൂടിയൊക്കെ പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്, അതിൻ്റേതായ പ്രശ്നങ്ങളായിരിക്കാം. സംവിധാനത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊക്കെ വർക്കൗട്ടാക്കി എടുക്കാമായിരുന്നു. പലയിടത്തും ഇവർ നിന്ന് പെർഫോം ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ. അത് ഒരു സീൻ വരുമ്പം അവിടെ ഒരു ക്യാമറ ആംഗിളിൽ വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവർ രണ്ടാമത് വന്ന് നിന്നിട്ട് അതിൻ്റെ ബാക്കി ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു കണ്ടിന്യൂറ്റി, അത് സിമ്പിളായിട്ടുള്ള കണ്ടിന്യൂറ്റി നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അത് എഡിറ്ററുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ എഡിറ്റർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ അങ്ങനെ കുഞ്ഞു കുറേ പ്രോബ്ലങ്ങൾ തോന്നിയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ ഇത് ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിയേറ്ററിൽ അവർക്ക് കൺസിഡർ ചെയ്യാവുന്ന സിനിമയാണ്. അതൊക്കെ എന്നെ മൊത്തത്തിൽ എനിക്ക് ഈ പടത്തെക്കുറിച്ച് തോന്നിയത്. എന്തരാ വരട്ടെ.